ഇന്നലത്തെ സർപ്രൈസ് സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും കലക്കേട്ടാ, സൂപ്പർ ആയിട്ട്. സുധീഷേട്ടൻ ചെയ്തതിലൊരു കൊള്ളാവുന്ന കാര്യം ഇതാണ്. പക്ഷെ പാതിരാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചതിന് പണി ഞാൻ തരുന്നുണ്ട്. നിന്റെ കുണുവാവ രാത്രിയിൽ കുണുന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പാതിരാത്രി 2 മണി ഇരുന്ന് സംസാരിക്കാറുണ്ടല്ലോ. 2 ഇന്നാളൊരു ദിവസം 3:30 വരെയായിരുന്നു സംസാരം. എടാ നീ എനിക്കിട്ട് പാരപണിയല്ലടാ. എന്ത് പായസം? പായസം? ഓ അത് ശരി, ഏട്ടന്റെ വക അനിയത്തിക്ക് സ്പെഷ്യൽ മധുരം അല്ലേ? വന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പായസം? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ. ഇത് സുഭാഷ് ചേട്ടന് തോന്നിട്ടുണ്ടാക്കിയതാ. അല്ല, പക്ഷെ ഇവൻ രാവിലെ പറഞ്ഞിരുന്നു. എടത്തി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഡാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരു 100 വർഷം ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ. അയ്യോ, വേറൊന്നും ഉദ്ദേശമല്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആശംസാവാചകം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇയാൾ ഇഷ്ടപ്പെടുന്നവരും ഇയാളെ ഇഷ്ടപ്പെടുന്നവരുടെയും കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ ഇടവരട്ടെ. ഓക്കെ, വലിയ വലിയ ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ. ആഗ്രഹിച്ചതെല്ലാം നടക്കട്ടെ. നിങ്ങളെല്ലാരും കൂടി ഇത്ര വലിയ ആഘോഷമാക്കും ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു വെരി മച്ച്. ഇവനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോക്ക് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചാനെ. ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മാഡം അത് വാങ്ങിക്കുമെന്ന് അറിയില്ലല്ലോ. നീ ഡ്രസ്സ് വാങ്ങിയാലും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എവിടെ? അത് വാങ്ങിക്കൊടുത്താൽ ഇഷ്ടാവോന്ന് അറിയാത്തോണ്ടേ അകത്ത് വെച്ചിരിക്കുക. സാരമില്ല, തന്നോളൂ. എന്താ പറഞ്ഞേ? എനിക്ക് ഡ്രസ് വാങ്ങിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ തന്നേക്കാൻ. ഇതാ വന്നു. എന്തൊക്കെ കാണണം. ഡ്രസ് റെഡി. തുറക്കട്ടെ. കളറൊന്നും ഇഷ്ടാവോന്നറിയില്ല. ഇയാൾക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി. സാരിയോ? നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല നിറവും ഡിസൈനും. അപ്പൊ സെലക്ഷനൊക്കെ നല്ലതാ. താങ്ക്സ്.